പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞ ഡോക്ടറാ നിന്നെ ഡോക്ടറെന്നല്ല വിളിക്കണ്ടേ, തെണ്ടി വിപിനെ. സത്യഭാമയല്ല, നിന്റെ തന്തേരെ ഭാമ ഫൗസിയ സുബീർ. ഇവനൊരു 2.25-കാരനാണല്ലോ. തികച്ചില്ല എന്നൊരു സംശയമുണ്ട് പേര് കേട്ടിട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോയിലുള്ള ആ ഒരു സ്ത്രീ നമുക്ക് പരിചയമുള്ള ഒരാളുമായിട്ടൊരു സാമ്യം തോന്നി. ആ സാമ്യങ്ങളെക്കുറിച്ചും അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആ വീഡിയോ വേറെ ആരുടെയല്ല, സത്യഭാമയുടെയാണ്. സത്യഭാമ എന്ന് ഞാൻ പറയാൻ കാര്യം, കലാമണ്ഡലം സത്യഭാമ എന്ന് പേരെങ്ങനെയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ കലാമണ്ഡലം എന്ന് അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആർട്ട് ഫോംസിനെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് കലാമണ്ഡലം എന്ന് പറയുന്നത് ഒരു പുണ്യ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ അവർ അത്രയും ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും അത്. ഇവരുടെ കൂടെ, ഈ സത്യഭാമ എന്ന് പറയുന്നവരുടെ കൂടെ ഈ കലാമണ്ഡലം എന്ന് ചേർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ കലാമണ്ഡലത്തിനൊരു അപമാനമാണ്. വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ വായിൽ നിന്ന് വരുന്ന പുഴുത്ത വർത്താനം കേട്ടാലും നമുക്കങ്ങനെ വിളിക്കാൻ തോന്നൂല. നല്ല പ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്യഭാമ അമ്മുമ്മ അല്ലെങ്കിൽ അമ്മമ്മ എന്ന് വിളിക്കാം. നമുക്ക് കുറച്ച് ബഹുമാനം ഇരിക്കട്ടെ, അമ്മമ്മ. ഓക്കെ. ഇവർ കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. നമ്മുടെ മല്ലികാമേനെ കുറിച്ചിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മല്ലികാമ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവർ ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമയാണ്. കാരണം എന്ന് വെച്ചാൽ ശരിക്കുള്ള കലാമണ്ഡലം സത്യഭാമ മരിച്ചുപോയി, അതേ പേരുള്ള വേറൊരു ഡൂപ്ലി സാധനം അന്ന് ഞാനും പറയും. സോറി, ബഹുമാനം. ഒരു ഡൂപ്ലി അമ്മമ്മ. ശരി തന്നെ, അവർക്ക് കഴിവുണ്ട്, അവർ നൃത്തം ചെയ്യുന്നുണ്ട്, അവർ കുറേ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടിട്ട് ഇവരെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? ഈ പറഞ്ഞു വരുമ്പോൾ സത്യഭാമ അമ്മമ്മയും സാജിയും തമ്മിൽ നല്ലൊരു കണക്ഷൻ. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. രണ്ടും പറയണ കാര്യങ്ങളാണെങ്കിലും ചെയ്യണ പ്രവർത്തികളാണെങ്കിലും എല്ലാം കുറേയൊക്കെ നമുക്ക് രണ്ടിനെ അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മല്ലികാമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചറല്ല. കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലെന്ന് 50 പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു, ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി. ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത്. അധ്യാപകരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. സത്യഭാമ അമ്മമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ വിവരമില്ല. നമ്മുടെ ഷാജിക്ക് വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല. രണ്ടിനും കോമൺ ആയിട്ട് വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ബുദ്ധിയില്ല. പറയണ വാക്കുകൾക്ക് ഒരു ലൈസൻസും ഇല്ല. സത്യഭാമ അമ്മമ്മയെ പോലെ എൻ്റെ പഴയ വീട്ടിൻ്റെ അടുത്ത് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അവരവിടെ അടുത്തുള്ള കടയിൽ ഇങ്ങനെ മുറുക്കാനൊക്കെ ചവച്ച് വരും. ഇവരിങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ ഇവരുടെ അതേ ലുക്കാണ്. എന്നിട്ട് വഴി കൂടെ പോണ ആൾക്കാരെ മൊത്തം ചീത്ത വിളിക്കും. വെറുതെ കിടന്ന് അനാവശ്യം പറയും. വീട്ടിലുള്ളവരെ നാട്ടിലുള്ളവരെ ഒക്കെ കിടന്ന് തെറി വിളിക്കും. അതേപോലെയാണ് എനിക്ക് ഈ സത്യഭാമ അമ്മമ്മേനെ തോന്നണത്. ആ അമ്മമ്മയുടെ കറക്റ്റ്. നമ്മുടെ സത്യഭാമ അമ്മമ്മ ആരെയും അജാതീയമായി അധിക്ഷേപിക്കുകയോ നിറത്തിൻ്റെ പേരിൽ വേർതിരിവ് കാണിക്കലോ ഒരു വ്യക്തിയെയും വ്യക്തിഹത്യ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരൊരു പാവ സ്ത്രീയാണ്. കുറച്ച് ആൾക്കാർ ഇവരുടെ കൂടെ നല്ലതാണെന്നും പറഞ്ഞ് നടന്നാൽ അവർക്ക് സന്തോഷമാവും. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. 90 വയസ്സായെന്ന് കണ്ടാൽ തോന്നും, പക്ഷേ അവർ പറയുന്ന അവർക്ക് 60 വയസ്സെങ്ങാണ്ടേക്കേ ഉള്ളതെന്നാണ്. പക്ഷെ അതെന്തോ ആവട്ടെ, അത് ഞാനങ്ങ് തുടങ്ങുകയാണ് ഗൈസ്. അതുകൊണ്ട് ഞാനേ ഒരു എമർജൻസി ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അവർക്ക് എന്തോ ഒരു എമർജൻസി കാര്യം ഉണ്ടായിരുന്നു. ബാത്റൂമിൽ പോകുന്ന കാര്യമാണോ അതോ ആരെങ്കിലും പ്രസവിക്കാൻ കിടക്കുന്നതാണോ, എന്താണ് എമർജൻസി എന്ന് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്ന എമർജൻസി എന്ന് ഉദ്ദേശിച്ചത് ആ കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതിനാണ് അത്ര എമർജൻസി എന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ബാത്റൂമിൽ പോകാനായിട്ട് മുട്ടി നിൽക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഉദ്ദേശിച്ചതായിരിക്കുമെന്ന്. എന്തായാലും പറയാം മച്ചി. അപ്പോൾ അതങ്ങ് തുടങ്ങാം. അതിനിടയിൽ ഞാൻ ഓരോരുത്തരെ കണ്ടോളാം. പടയപ്പാ. അതായത് ഞാൻ മല്ലിക സുകുമാരനെ കുറിച്ച് സംസാരിച്ചത് ഭയങ്കരമായിട്ട് തിരിച്ച് അവരുടെ കുറേ ആൾക്കാരെ എനിക്ക് വെറും വൃത്തികെട്ട രീതിയിൽ കമൻസ് ഇടണം. മല്ലികാമ്മ ചോദിച്ചത് വേറൊന്നുമല്ല, ഒരു അധ്യാപിക ഇങ്ങനെയാണോ ആവേണ്ടത് എന്നുള്ളതാണ്. സത്യമാണ്. ഇവർ എത്രയോ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഇവർ ടീച്ചറാണെന്നാണ് പറയണം. പക്ഷേ ടീച്ചറിൻ്റെ ഒരു ക്വാളിറ്റിയും ഇവർക്കില്ല. പിന്നെ ഇവരെ എങ്ങനെ ടീച്ചറെന്ന് വിളിക്കാൻ പറ്റും? ഇതൊക്കെയാണോ ടീച്ചർ എന്നാണ് ആ ബുദ്ധിയും വിവരമുള്ള മല്ലിക അമ്മ പറഞ്ഞത്. പക്ഷേ മല്ലിക സുകുമാരൻ എന്നെ പറഞ്ഞതിൽ ജനം മൊത്തം കേട്ടതാണ്. പിന്നെ അതെ, എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഇവരെ കൂക്കളി സ്വഭാവമൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യം ഒരു ഡോക്ടറുടെ കമൻ്റാണ് വായിക്കുന്നത്. ആ ഡോക്ടറിന് എന്തായാലും എൻ്റെ അടുത്ത് ഷേക്കാനുണ്ട് കേട്ടോ. ആ ആള് എവിടുത്തെ ഡോക്ടറാണെന്നൊക്കെയാണ് ഈ അമ്മച്ചി ചോദിക്കുന്നത്. ഇവരെവിടുത്തെ ടീച്ചറാണോ എന്തോ. ഇവർ പറയണത് മല്ലിക സുകുമാരൻ്റെ ആളുകളാണ് ഇവർക്ക് കമൻ്റ് ഇട്ടതെന്നാണ്. ഈ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അവരെ പഞ്ഞി കിട്ടും. അപ്പോൾ ഈ കേരളത്തിലുള്ള മൊത്തം പോപ്പുലേഷനും മല്ലിക സുകുമാരൻ്റെ ബന്ധുക്കളാണോ എന്നാണ് ഇവർ പറയണത്. തള്ള വാ തുറന്നാൽ വായി തോന്നിയത് വിളിച്ചു പറയും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഷാജിദ ഷാജി ഇവരെ ഒരേ കലപ്പയിലിട്ട് കൂട്ടാം. അപ്പോൾ അവസാനം എനിക്ക് ഇവരെ അടുത്ത് ഒരു ഫൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. ഫൈറ്റ് ചെയ്തിരുന്നൊരു ഗുസ്തിക്കാരിയാണ്. ഈ പറഞ്ഞ ബിബിൻ ബാബു ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: വയസ്സാം കാലത്ത് അമ്മച്ചി ഫേമസ് ആവാനുള്ള ശ്രമത്തിലാണ്. സത്യമല്ലേ പുള്ളിക്കാരൻ പറഞ്ഞത്? ആൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇവിടെ ഏതോ ഒരു പെയ്ഡ് ഒരുത്തൻ എല്ലാ കമൻറ്റിനും താഴെ കിടന്ന് എഴുതുന്നുണ്ട്. തന്നെപ്പോലെ തന്നെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഓർക്കുക. വൃത്തികേടായിട്ടൊന്നും പറഞ്ഞില്ല, സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കൊടുത്ത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരുടെ തിയറി അനുസരിച്ച് 2 തരം മോഹിനിയാട്ടങ്ങളുണ്ട്. കറുത്ത മോഹിനിയാട്ടമുണ്ട്, വെളുത്ത മോഹിനിയാട്ടമുണ്ട്. നീ ഒരു വ്യാജ ഡോക്ടറല്ലേ? ടീച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ബഹുമാനിക്കേണ്ട ഒരു എന്താണ് ഒരു പൊസിഷനാണ്. അതിനെയൊക്കെ ഇവരെയൊക്കെ കയറി എങ്ങനെയാണ് ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഷാജിദ ഷാജി സാധാരണ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുന്നത്? ഏത് മനുഷ്യൻ്റെ തള്ളയ്ക്കും തന്തയ്ക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും വിളിക്കുക എന്നുള്ളത് ഷാജിദ ഷാജിയുടെ ഒരു ചടങ്ങാണ്. അതേപോലെയാണ് ഈ തള്ളച്ചി. ആരൊക്കെ കമൻറ്റ് ഇട്ടോ അവരുടെ എല്ലാത്തിൻ്റെയും അമ്മയ്ക്ക് വിളിച്ചു. അമ്മയ്ക്ക് വിളിച്ചെന്ന് വെച്ചാൽ അങ്ങേയറ്റത്തുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത് കേട്ടോ. നിന്റെ തള്ളുണ്ടോ നിനക്ക് ഒരെണ്ണം അവിടെ? നീ ഒന്ന് പരിശോധിച്ചിട്ട് വാ. നീ നിന്റെ അമ്മയ്ക്ക് കൊടുത്താടാ റോസാപ്പൂ? നീ നാളെ നേരം വെളുക്കുമ്പോൾ നിന്റെ അമ്മയുടെ തലയ്ക്കാമ്പാട്ടൊരു നിലവിളക്കും കത്തിച്ച് വെച്ചിട്ട് 2 തേങ്ങയും കൂടെ ഉടച്ചു വെക്കി. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിതീ പറയുന്നുണ്ട് ഇവർക്ക് ഒരുപാട് ആൾക്കാർ ഗുണ്ടകളായിട്ടുണ്ടെന്നേ. നിൻ്റെ വീട്ടിൽ വരും, നിൻ്റെ ഷോപ്പിൽ വരും, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരും, ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതേ സംഭവമാണ് നമ്മുടെ ഷാജിദ ഷാജിയും. ഷാജിദ ഷാജിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണം നിൻ്റെ വീട്ടിൽ. ഷാജിദ ഷാജിക്ക് ഇതേ പരിപാടിയല്ലേ, വീട്ടിൽ പോവുക, അവിടെയുള്ള ആൾക്കാരെ പറയുക, അടിക്കുക, ഗുണ്ടകളെ വിടുക, ഇതൊക്കെ സ്ഥിര പരിപാടി. എനിക്ക് തോന്നി ഇവർ ജനിക്കാതെ പോയ അമ്മയും മോളും ആണെന്നാണ് തോന്നുന്നത്. ആ പാവപ്പെട്ട തള്ളയുടെ വയറ്റിൽ തന്നെ ഈ ഷാജിദ ഷാജി പെട്ടതിനേക്കാളും ഇവരുടെ വയറ്റിലാണ് വീണിരുന്നത്. ഈ 2നും ഒരേ കലപ്പയിലിട്ടങ്ങ് കൂട്ടായിരുന്നു. നീ എന്തെന്നാ വിചാരിച്ച ഞാൻ മാത്രമേ ഉള്ളെന്നാ? എൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ടോടാ, നീ ഇങ്ങോട്ട് വാ. ഏതൊക്കെയോ റൗഡി ടീമുകളാണ്. അപ്പം ഇവർ കണ്ടാലേ അറിയാം ഇവരൊരു ഗുണ്ടിയാണെന്ന്. നീ ചാണകം തേച്ച് മെഴുകും അല്ലേ? ഞാൻ ചാണകമല്ല തേക്കാൻ പോണം നിന്നെ. ഒരു മിനിറ്റ്. ഷാജിദ ഷാജിക്കും ഈ ഒരു സാധനത്തിൽ, അതായത് ഇനി പറയാൻ പോകുന്ന ആ ഒരു സാധനത്തിൽ കൈവശം കൊടുത്തിട്ടുണ്ട്. അത് ഇവർക്കും കൊടുത്തിട്ടുണ്ട്. ഇവർക്കും ആ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഏത് സാധനമെന്നല്ലേ? തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു 1നും 2നും പോവും. നീ പോവാറുണ്ടാ? അതങ്ങോട്ട് എടുത്ത് ഞാൻ മെഴുകും നിന്നെ കേട്ടാ. നീ ഇവരെ 2 പേരെ 2 സൈഡിലായിട്ട് നിർത്തണം, ഷാജിദ ഷാജിയെയും ഈ തള്ളച്ചിയും. എന്നിട്ട് 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറക്കി എറിഞ്ഞ് കളിക്കണം. സൂപ്പറായിരിക്കും. എനിക്ക് തോന്നുന്നു രാവിലെ എണീറ്റ് ഇവർ ഈ സാധനമാണ് ഇങ്ങനെ ഉരുട്ടി കഴിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് അതുകൊണ്ടായിരിക്കും ഇത്രയും പുഴുത്ത വർത്താനങ്ങൾ ഇങ്ങനെ വായിന്ന് വരണതൊക്കെ. നീ എൻ്റെ സുന്ദരിയാണ്, കുറെ ഓടിയൊരു വണ്ടിയാണല്ലോ നീ. എന്നെ കണ്ടാലറിയാം കേട്ടാ. നീ വിടറ ഇതിൻ്റെ പുറകില് മെസ്സേജ് ഇട. നീ ഒരു സ്ത്രീയുടെ വായിന്ന് വരണ നല്ല സൂപ്പർ വർത്താനമാണ് ആ പറഞ്ഞത്. ഓടിയ വണ്ടിയാണല്ലോ. ഒരാളെ കണ്ടിട്ട് ആ ആളുടെ അപ്പിയറൻസ് വെച്ചിട്ട് തള്ളച്ചി പറയുന്നതാണ് ഓടിയ വണ്ടിയാണല്ലോ എന്ന്. ഇവരെ നോക്കിയിട്ട് ആൾക്കാർ വിലയിരുത്തിയിരുന്നെങ്കിൽ ഇതൊന്നും അല്ല കേൾക്കേണ്ടി വരണത്. ഇതിൻ്റെ അപ്പുറം ഈ തള്ള കേൾക്കേണ്ടി വരും. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഒരു അമ്മുമ്മയുണ്ടെന്ന്. ആ അമ്മുമ്മയുടെ തനി സ്വഭാവം ആ രൂപം എല്ലാം കണക്ക് തന്നെ. ഇത്ര പൊട്ടൊക്കെ ഇട്ടിട്ട് ഉത്സവത്തിന് ആനേനെ ഒരുക്കി നിർത്തൂലേ, അതേപോലെ ഇരിക്കുന്നു. എന്നിട്ട് പറയണ ഞാൻ രംഭയാണെന്ന്. നീ വലിയ സുന്ദരി കോതയായിട്ട് ഇരിപ്പുണ്ടല്ലോ. സത്യഭാമ ഇരിക്കുന്നത് കണ്ടടി 67ാമത്തെ വയസ്സിൽ. 67? ഏത് കണക്ക്? 67 എന്നല്ല, ഇതിന് 80 വയസ്സ് കൂടുതൽ കാണുമായിരിക്കും. ഇവരെ മുഖം കണ്ട ഇവരെ ബാക്കിയുള്ളവരുടെ മുഖം നോക്കി ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം നമുക്കിനി ഒന്ന് ജഡ്ജ് ചെയ്യാം. ഇവരെ ഒരു ഫേസ് കണ്ടാൽ എത്ര വയസ്സ് തോന്നിക്കും? ഒരു 70 കൂടുതൽ എന്തായാലും പ്രായം തോന്നിക്കും. ഫുള്ള് മേക്കപ്പാണ് ഇട്ട് ഒലിപ്പിച്ച് വെച്ചേക്കാണ് മുഖം മൊത്തം. ആ ചുണ്ടിക്കിടക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് മുറുക്കാൻ ചവച്ചിട്ട് കഴിവാതെ വെച്ചേക്കണാണ്. പിന്നെ ഗൈസ്, ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുമ്പ് മീഡിയക്കാരോട് സംസാരിച്ച് ഞാൻ ജാതിയും മതത്തിനെയൊന്നും അധിക്ഷേപിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഒരാളുടെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സുബീർ, ഇവനൊരു 2.25കാരനാണല്ലോ. ഇവന് തികച്ചില്ല എന്നൊരു സംശയമുണ്ട് പേര് കേട്ടിട്ട്.
2:45 നീ ഇതല്ല ഇതിനപ്പുറം എഴുതും. 2:45 ഇതിനപ്പുറം എഴുതുമെങ്കിൽ ഇവരിങ്ങനെ ഈ വർത്താനം പറയണമെങ്കിൽ ഇവർക്ക് 2:45 ഇവർക്കും ഇനി കാണുമോ? 2:45 നീ ഇതല്ല ഇതിനപ്പുറം എഴുതും. അതാണ് അതിൻ്റെ ഒരു കഥ. അതേത് കഥയാണ്? ഇങ്ങനെയുള്ളതിനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർ രാവിലെ എണീറ്റ് മറ്റേ സാധനം ഇവർ തലേദിവസം ഒന്നും കഴിക്കാതെ രാവിലെ 1-നും 2-നും പോകുമെന്ന് പറഞ്ഞില്ലേ, അതങ്ങാണ്ട് ഉരുട്ടിയാണ് എല്ലാ ദിവസവും തിന്നണത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റണത്. ഇപ്പം ജാതി മതത്തിനെയൊന്നും അധിക്ഷേപിക്കുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഈ പറഞ്ഞതൊക്കെ എന്തുവാ പിന്നെ? ഒരു ടീച്ചറാണെന്ന് വിളിക്കാൻ തന്നെ നാക്ക് പുഴുക്കും. എന്നിട്ട് ഇവർ അവകാശപ്പെടണ ഇവർ ഭയങ്കര സുന്ദരിയാണെന്ന്. ഇത്തിരി വെളുത്തിട്ടാണല്ലോ ഇവർക്ക് എന്ത് സൗന്ദര്യമാണുള്ളത്? ഞാൻ നോക്കിയിട്ട് ഇവർക്ക് ഇത്തിരി വെളുപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു സൗന്ദര്യവും ഇല്ല. ഇവർ മോഹിനിയാണ്. ആ മല്ലികാമ്മ പറഞ്ഞത് 100% കറക്റ്റാണ്. ഇവരാണോ മോഹിനി? മോഹിനിയുടെ 7 അയലത്ത് പോലും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. സത്യം. ഇവർക്ക് ഇത്തിരി വെളുപ്പുണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് എന്തൊരു സൗന്ദര്യം ഇരിക്കുന്നത്? ഉത്സവത്തിന് ഒരുക്കി ആ മറ്റേ നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് ആനയ്ക്കൊരു ചന്തമുണ്ട്. ഇതിനാ സാധനം ചന്തം പോയിട്ട് വള്ളി പോലും ഇല്ല. മുറുക്കാൻ ചവച്ച് വന്നിരുന്ന് തള്ള അങ്ങോട്ട് വിളയായിരുന്നു പറയുകയാണ്. നീ ആദ്യം 3 തികച്ചിട്ട് വാ. ഇവരടുത്ത് എന്തിനു 3 തികച്ചിട്ട് പോണത്? ഇവരെന്തൊക്കെയാണ് ഇരുന്ന് വിളിച്ച് പറയണം 3 തികച്ചിട്ട് വരാൻ? എന്തിനി? ഫൗസിയ സുബീർ അല്ല, ഫൗസിയ സുബൈറാണ്. വായിക്കാൻ പോലും അറിഞ്ഞൂടെ. എന്നിട്ട് നേരത്തെ കണ്ടിരുന്ന് പറയണത് എഴുതാൻ ആദ്യം പഠിക്കാൻ, നഴ്സറി പോയി പഠിക്കാൻ. ഇവർക്ക് വായിക്കാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ഇത്രയും വയസ്സൊക്കെ ആയില്ലേ, 19 വയസ്സൊക്കെ ആയില്ലേ, അപ്പോൾ കണ്ണിന് കുറച്ച് കാഴ്ച കുറവൊക്കെ കാണും. പിന്നെ കുഴപ്പമില്ല, പോട്ട്. ഒരു പ്രൊഫഷനെ ഇവരും അങ്ങേയറ്റം കളിയാക്കുന്നുണ്ട്. മല്ലികാമ്മ അഭിനയിച്ച സിനിമകളെക്കുറിച്ചും അവർ ചെയ്ത റോളുകളെക്കുറിച്ചൊക്കെ അങ്ങേയറ്റം രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. അധ്യാപിക എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് ഇജാതി വർത്താനങ്ങൾ പറയുന്നത്. അതാണ് നമുക്ക് ആലോചിക്കുമ്പം ഛർദ്ദിക്കാൻ തോന്നണത്. അതെങ്ങനത്തെ റോളാണ് അവരെന്തോന്നും അതിനെ കാണിച്ചത് കുട്ടികളെന്നുള്ളത് എനിക്കറിയാം. ഇത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് കിട്ടുന്ന അത്ര സപ്പോർട്ട് ഇവർക്ക് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു കടി. അതാണ് സംഭവം. എന്നാൽ ഇവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള എത്ര ടീച്ചേഴ്സ് ട്രിവാൻഡ്രത്തുണ്ടെന്ന് അല്ലെങ്കിൽ കേരളത്തിലുണ്ട് നിങ്ങൾക്ക് അറിയാവോ? എന്നാൽ നിങ്ങൾക്ക് സിനിമാ നടികളുടെ പേരൊക്കെ അറിയാം. അതാണ് സിനിമയും നൃത്തവും തമ്മിലുള്ള ഒരു വ്യത്യാസം. നല്ല അന്തസ്സായിട്ട് ജീവിക്കണവരാ ഡാൻസുകാർ മൊത്തം കേട്ടാ. ഇവർ ഈ പറഞ്ഞത് അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ് നർത്തകരെന്നാണ്. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ മോശക്കാരാണെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു പ്രൊഫഷൻ അങ്ങ് അപമാനിക്കുക, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മോശമായിട്ട് ചിത്രീകരിക്കുക. മല്ലികാമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇവർ ഡൂക്ലി സാധനം. കാരണം ഇവരെ വായിൽ നിന്നൊക്കെ വരണത് ഇങ്ങനത്തെ സാധനങ്ങളല്ലേ, ഇങ്ങനത്തെ പുഴുത്ത വർത്താനങ്ങളല്ലേ വരുന്നത്. അപ്പോൾ അത് ടീച്ചറിൻ്റെ ഒരു ക്വാളിറ്റി അല്ല. അതവർ തുറന്നു പറഞ്ഞു. അതവർ അത്ര ധൈര്യമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരത്ര ഓപ്പണായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയാനുള്ള ധൈര്യമുള്ളൂ. ഏതെങ്കിലും ഒരു പോയിന്റ് പറയണ്ടേ? കറുത്ത നിറമുള്ളൊരു കുട്ടി ഡാൻസ് പഠിക്കാൻ വന്നാൽ ഞാൻ മത്സരിക്കണ്ടെന്ന് പറയും. ഇതൊക്കെ ഏത് വകയിലെ ടീച്ചറാണ്? വേറൊരു ചേച്ചിയുടെ മുഖം കണ്ടിട്ട് താമരേനെ കവച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അറിയാടേ നളിനി എന്ന് പറഞ്ഞാൽ താമര. ആ ചേച്ചി പറഞ്ഞത് ഇവർക്ക് മാനസിക രോഗമായിരിക്കുമെന്നാണ്. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും പറയടയൊക്കെ കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലായി ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്. മാനസിക രോഗം തന്നെയാണ്. ഏത് ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയതാണെന്നാണ് തോന്നണത്. ഈ അമ്മച്ചി പറയണതെല്ലാം ശരിയാണ്. അവരെ വാക്കാണ് അവസാനത്തെ വാക്ക്. അതവർക്ക് പറയാം. അതാരും ചോദിക്കാൻ വരരുത്. അപ്പോൾ അവർ എന്തോ പുഴുത്ത സാധനങ്ങളും പറഞ്ഞോട്ടെ, അവരെ ആരെ വേണോ അധിക്ഷേപിച്ചോട്ടെ, ഏത് പ്രൊഫഷന് വേണോ അങ്ങേയറ്റം പറഞ്ഞോട്ടെ, വ്യക്തിഹത്യ ചെയ്തോട്ടെ. പിന്നെ ഇതിനിടയിൽ വേറൊരു സംഭവമുണ്ട്. ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട് ഇവർ പറഞ്ഞ വർത്താനമാണ് മോഹനൻ നായർ. എടാ മോഹനൻ, നിന്നെ കണ്ടിട്ട് ഒരു തീട്ടങ്കോരി പോലെ ഉണ്ടല്ലോടാ. നിനക്ക് മറ്റേ ഡ്രെയിനേജ് പണിയാണോ? നിന്നെ കണ്ടിട്ട് ആ ലുക്കാണോ? നിനക്ക് നല്ലൊരു ജോലി ഉണ്ടാവാൻ സാധ്യതയില്ല. നീ ഡ്രെയിനേജ് പണിക്കാരനാണെന്ന് നിന്നെ മോന്ത കണ്ടറിയാം. ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട്, ഒരാളുടെ മുഖം കണ്ടിട്ട് ഈ തള്ളച്ചി പറഞ്ഞ വാക്കാണ്. ഒരാളുടെ മുഖം അല്ലെങ്കിൽ ഒരാളുടെ അപ്പിയറൻസ് കണ്ടിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? അങ്ങനെ അത്രയ്ക്ക് സ്റ്റാൻഡേർഡുള്ള ഒരു നർത്തകിയായ ഒരു അധ്യാപികയാണ് ഈ സംസാരിച്ചത് മൊത്തം. ഇവരൊക്കെ പഠിപ്പിക്കണ കൊച്ചുങ്ങളെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് അറിഞ്ഞിട്ടും അവിടെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കഷ്ടം.